ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം സാർ പറഞ്ഞു ആകസ്മികമായിട്ടാണ് ഈ ഒരു ബിസിനസ് എന്ന് പറയുന്ന മേഖലയിലേക്ക് വരുന്നത്. സാർ വരുന്ന സമയത്ത് ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുന്നു. പക്ഷെ അതൊരു ബ്ലൂ ഓഷ്യനാണ്. അതായത് അവിടെ ഒരു ഷാർക്കിന് ഇറങ്ങാം, പക്ഷേ ഇറങ്ങണം, വേറെ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കിക്കണം അല്ലേ? ആ ഒരു ഇതിലൂടെ കടന്നുപോയി സാർ ബിസിനസ് ബിൽഡ് ചെയ്യുന്നു. അതിനുശേഷം വർഷങ്ങളോളം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇത് റെഡ് ഓഷ്യനാണ്. ഇപ്പം അവിടെയും ഇവിടെയും എല്ലാം അതിന് കോമ്പറ്റീഷൻ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സാർ സ്ട്രാറ്റജിക്കലി എങ്ങനെയാണ് അത് ചേഞ്ച് ചെയ്തത്? അതായത് ഇനീഷ്യലി ആ ബിസിനസ് ചെയ്ത സമയത്ത് ഇപ്പോൾ ബ്ലൂ ഓഷ്യനാണോ എളുപ്പം, റെഡ് ഓഷ്യനാണോ എളുപ്പം? രണ്ടിനും രണ്ടിൻ്റേതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് രണ്ടിനും അവസരങ്ങളുമുണ്ട്, വെല്ലുവിളികളുമുണ്ട്, രണ്ട് സ്ഥലത്തും. അപ്പം നമ്മൾ ഒന്ന് ട്രാക്കിലായി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് സ്കെയിലപ്പ് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. പലപ്പോഴും നമ്മുടെ ബിസിനസ് പല ആളുകളിലും നമ്മൾ കാണാതെ പോകുന്നൊരു കാര്യമാണ്. ബിസിനസ് ഒന്ന് സ്റ്റേബിളായി കഴിഞ്ഞാൽ ഈ സ്കെയിൽ എന്ന് പറയുന്ന എസ് വിട്ടു പോകുന്നുണ്ട്. വളർന്നുകൊണ്ടിരിക്കുന്ന ഏത് ബിസിനസ് നോക്കിയാലും അവർക്കൊരു സ്കെയിലപ്പ് മൈൻഡ് സെറ്റുള്ള ഓൺട്രപ്രണേഴ്സ് ആണെങ്കിൽ മാത്രമേ, അതായത് ഒരു മെയിൻ്റനൻസ് മൈൻഡ് സെറ്റുള്ള ആളുകളുണ്ട്. എനിക്കിത് മതി, എനിക്ക് മാസം നല്ലൊരു തുക കിട്ടുന്നു, ഞാനൊരു വലിയ വീട് വെച്ചു, നല്ല കാറുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, അപ്പം മെയിൻ്റനൻസ് മൈൻഡ് സെറ്റിലേക്ക് നമ്മളെത്തി, ഐ ആം ഹാപ്പി, തൃപ്തിയായി. അപ്പം ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ആളുകൾ, അല്ലെ സ്കെയിലപ്പ് ചെയ്യണമെന്ന് മൈൻഡ് സെറ്റുള്ള ആളുകൾ അങ്ങനെ ഒരിക്കലും തൃപ്തരാകില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഓരോ വർഷം കഴിയുന്നുണ്ട് നമ്മുടെ തൃപ്തി കുറവാണ് കൂടുന്നത്, തൃപ്തി കൂടുന്നില്ല, തൃപ്തി കുറവ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം നമ്മളവിടെ കാണുന്നത് നമ്മുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസാണ്. അപ്പം ഞാനിപ്പം ആയിരിക്കുന്ന ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ 1.8 ലക്ഷം കോടിയുടെ ടേൺ ഓവർ ഇന്ത്യയിൽ കൺസപ്ഷൻ നടക്കുന്നുണ്ട്, വാങ്ങൽ നടക്കുന്നുണ്ട് ഉപഭോക്താക്കളുടെ. ഒരു വർഷം 1.8 ലാക്സ് ക്രോർ എൻ്റെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ആളുകൾ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു മാസം 700 കോടിയുടെ സ്മാർട്ട് ഫോൺ മലയാളി വാങ്ങുന്നുണ്ട്. കേരളത്തിനകത്ത് 700 കോടിയുടെ സ്മാർട്ട് ഫോൺ പ്രതിമാസം വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളൊന്നുമല്ല. രാവിലെ നമ്മൾ ചിന്തിക്കുമ്പോഴേ ഈ 1.8 ലാക്സ് ക്രോർ ഉള്ള ഒരു മാർക്കറ്റിൽ ഓക്സിജൻ വളരെ ചെറുതാണ്. ഞാനൊരു മണൽത്തരിയായിട്ടാണ് എനിക്ക് എപ്പോഴും നമ്മളെ തോന്നുന്നത്. അപ്പം നമ്മളൊന്നും ആയിട്ടില്ല. അപ്പം നമുക്ക് ഒത്തിരി ദൂരം സഞ്ചരിക്കാനുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് ഇത് ആദ്യ സമയം മുതൽ തന്നെ നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതൊരു ഗ്രീഡി ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റല്ല. നമ്മുടെ മുമ്പിലുള്ള അവസരങ്ങളിനകത്ത് നമ്മൾ വളരെ കുറച്ച് അവസരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം ഇനി ഒത്തിരി ദൂരം നമുക്ക് എഫേർട്ട് ഇടാനുണ്ട്, ഒത്തിരി ദൂരം സഞ്ചരിക്കാനുണ്ടെന്നുള്ള നിരന്തരമായ ഓർമ്മപ്പെടുത്തൽ ഈ ഫിഗേഴ്സും ഫാക്ട്സുമാണ് നമ്മളെ. ഇത് നോക്കുന്നില്ലെന്നുള്ളതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ പല റിപ്പോർട്ട്സ് ഇപ്പോൾ അവൈലബിൾ ആണല്ലോ, ഒത്തിരി സർവേ ചെയ്യുന്ന ഏജൻസികളുണ്ട്. അപ്പം നമ്മളത് നോക്കി കഴിയുമ്പോൾ നമ്മളൊന്നും ആയിട്ടില്ല, ഒത്തിരി മുന്നോട്ട് പോകാനുണ്ടെന്നുള്ള തിരിച്ചറിവിലാണ് അനുദിനം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാറ് ഈ പറഞ്ഞ കാര്യത്തിൽ വളരാൻ ഒരുപാട് മുന്നോട്ടുണ്ട്. പക്ഷേ സാറിൻ്റെ കമ്പനിയുടെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ സ്കെയിലപ്പ് ചെയ്യുന്ന ഈ ഒരു വേളയിൽ സാർ അഗ്രസീവായിട്ട് ഒരു 200 ബ്രാഞ്ച് അങ്ങ് തുടങ്ങിയേക്കാം എന്നുള്ളതല്ല സാർ ഇപ്പം ചെയ്യുന്നത്. സാറിൻ്റെ ഒരു ഹിസ്റ്ററി വെച്ച് ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ സാറിന് അതിന് പറ്റും. കാരണം സാർ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, മാർക്കറ്റ് എങ്ങനെയാണെന്ന് സാറിന് അറിയാം, സാറിന് എക്സ്പാൻഡ് ചെയ്യാം അങ്ങനെ. പക്ഷേ അഗ്രസീവായിട്ടുള്ള ഒരു എക്സ്പാൻഷനിലേക്ക് എന്തുകൊണ്ടാണ് സാർ പോവാത്തത്? അല്ലെങ്കിൽ സാർ എടുത്തിരിക്കുന്ന ഒരു അപ്രോച്ച് എന്താണ്? നമ്മൾ വളരെ പഠിച്ച് ചെയ്യാന്നുള്ളൊരു അപ്രോച്ചാണ്. ഈ മാർക്കറ്റ് പൊട്ടൻഷ്യൽ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ മുമ്പിൽ. പക്ഷെ നമ്മൾ എവിടെ പോകണം എന്നുള്ളത് ഒരു ചോദ്യമുണ്ടല്ലോ. ഞാൻ പോകേണ്ട ഒരു സ്ഥലം ഉണ്ടല്ലോ, എൻ്റെ ഒരു സ്പേസ് ഞാൻ കണ്ടെത്തണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റ് റിസർച്ച് വേണം. കേരളത്തിൽ തന്നെ ഏത് ജില്ലയിൽ, ഏത് താലൂക്കിൽ, ഏത് പഞ്ചായത്തിലാണ് നമ്മൾ ഷോറൂം ഇടേണ്ടത് എന്നുള്ളത് മാർക്കറ്റിൽ അവൈലബിളായ ഡേറ്റകളെല്ലാം ശേഖരിച്ച് നമ്മൾ പഠിച്ചിട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നമ്മൾ പോകാമെന്നുള്ള. ഇങ്ങനെ പോകാനായിട്ട് നമ്മൾ തീരുമാനം എടുത്താലും പെട്ടെന്ന് നമ്മൾ ഓടി പോകുന്നില്ല. കാരണം ഇപ്പം നമ്മളൊരു സ്ഥാപനം, ഞങ്ങൾ ചെയിൻ റീറ്റെയിൽ സ്റ്റോറുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഞങ്ങൾ റിയലൈസ് ചെയ്യുന്നൊരു കാര്യം, ഇവിടെ ഓണർക്ക് ഒരു റോളുമില്ല. വാസ്തവത്തിൽ കംപ്ലീറ്റ്ലി ആ ബ്രാഞ്ചിലെ ടീമാണ് ഒരു ബ്രാഞ്ച് വിജയിക്കണോ പരാജയപ്പെടണോ എന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നല്ലൊരു ടീമിനെ ആദ്യം ആ ബ്രാഞ്ചിന് വേണ്ടി നമ്മൾ കണ്ടെത്തണം. നമ്മൾ വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി അതിമനോഹരമായി ഫേർണിഷ് ചെയ്തു, കുറേ ഡിസ്പ്ലേ ചെയ്തു, മാർക്കറ്റിങ്ങിൽ കോടികൾ സ്പെൻഡ് ചെയ്തു. പക്ഷെ നല്ലൊരു ടീമല്ല ആ ബ്രാഞ്ച് ഹാൻഡിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 6 മാസത്തിന് ശേഷം ബിസിനസ് നേരെ താഴേക്ക് ഡീഗ്രോത്തിലേക്ക് നമ്മൾ പോകും. ആളുകൾ മടുക്കും. എന്തെല്ലാം സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഹ്യൂമൻ എലിമെൻറ്റ് നല്ലതല്ലെങ്കിൽ ആളുകൾ മടുക്കും. അപ്പം മാൻ പവർ നമ്മൾ കറക്റ്റ് ചെയ്യണം. അങ്ങനെ പല ഫാക്ടേഴ്സ് എല്ലാം നോക്കിയിട്ടാണ്. പിന്നെ നമുക്ക് അനുയോജ്യമായ സ്പേസ് കിട്ടണം. ഇപ്പോൾ എവിടെയെങ്കിലും പോയി ബ്രാഞ്ച് തുടങ്ങിയിട്ട് കാര്യമില്ല. എണ്ണം തേക്കാനായിട്ട് ഏറ്റവും കൺസ്യൂമറിന് അനുയോജ്യമെന്ന് തോന്നുന്ന, അവർക്ക് കംഫർട്ടബിളായിട്ടുള്ള ലൊക്കേഷൻ നമുക്ക് അങ്ങോട്ട് ബിൽഡിങ് കിട്ടണം.
കേരളത്തിലിപ്പം നമ്മൾ കാണുന്നൊരു വലിയ ചലഞ്ചാണ് ബിൽഡിങ്ങുകൾ കുറവാണ്. പൊതുവേ ബിൽഡിങ് പണിത് ലീസിന് കൊടുക്കുന്നതിനോടുള്ള ഒരു വിമുഖത ആളുകൾക്ക് വന്നിട്ടുണ്ട്. അപ്പം അതിൽ പറയപ്പെടുന്ന അവർക്കത് വയബിളാകുന്നില്ലെന്നാണ് ഇപ്പോഴത്തെ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റൊക്കെ വെച്ചിട്ട് വയബിളാകുന്നില്ലെന്നാണ്, ബാങ്ക് ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ വെച്ചിട്ട് വയബിളാകുന്നില്ലെന്നാണ് ഈ സ്ഥല ഉടമസ്ഥർ പലപ്പോഴും നമ്മൾ ബിൽഡിംഗ് കെട്ടുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അവർ പറയുന്നത്. അങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു അവൈലബിലിറ്റിയുടെ ഇഷ്യൂ ഇപ്പോൾ ഉണ്ട് പൊതുവെ നമ്മൾ നോക്കും. പിന്നെ മാൻ പവറിൽ ക്വാളിറ്റി മാൻ പവർ, നമ്മൾ ആ ക്വാളിറ്റി നോക്കുന്നതുകൊണ്ടാണ് ക്വാണ്ടിറ്റിയിലേക്ക് പലപ്പോഴും നമ്മൾ ജമ്പ് ചെയ്യാത്തത്. നമ്മൾ പറയുമല്ലോ, നമ്മൾ പലപ്പോഴും ബിഗറാകുന്നതിനും ബെറ്റർ ആകുന്നതിനാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഞങ്ങളുടെ ഫോക്കസ് ബെറ്റർ ആകുക എന്നുള്ളതാണ്. ബിഗറാകുക എന്നുള്ളതിലുപരി ബിഗറാകണം, ഗ്രാജ്വലി ടൈം എടുത്ത് ബിഗറാകുക. പക്ഷേ ആ ബെറ്റർ എന്നുള്ള പൊസിഷൻ നമുക്ക് അവിടെ വേണം, ഇല്ലെങ്കിൽ നമുക്ക് തൃപ്തിയില്ല. അതാണ് പ്രശ്നം. ഞങ്ങളുടെ തന്നെ ഒരു മാനസിക പ്രശ്നമാണത്. ബെറ്റർ ആകാതെ ബിഗറാകാൻ നമുക്ക് പറ്റുന്നില്ല. ഇതിൽ നിന്ന് ഞാൻ 2 കാര്യം ചോദിക്കട്ടെ. ഇപ്പം സർ സ്കെയിലിംഗ് അപ്പിൻ്റെ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു എല്ലാ സ്ഥലത്തും ഒരേ ക്വാളിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സർ സമയമെടുത്ത് ഇത് വളർത്തുന്നതെന്നുള്ളത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും 44 ബ്രാഞ്ച് ഇപ്പോൾ ഉണ്ട്, അടുത്ത പുതിയ ബ്രാഞ്ചുകൾ പുറത്തേക്ക് വരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലായിടത്തും ഒരേപോലെ സാറിന് എങ്ങനെയാണ് ക്വാളിറ്റി എത്തിക്കാൻ സാധിക്കുക? ലൈക്ക് ആ ഒരു രീതിയിൽ ഹൗ ഡു യു മാനേജ്? അത് ഏത് ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റിലാണ് മൊത്തം കമ്പനി ഓടുന്നത്? അല്ല, അതിലാണ് ഈ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സിലും, മാൻ പവറിൽ നമ്മുടെ ബേസിക്കലി നമ്മുടെ ലൊക്കേഷൻ തുടങ്ങി അവിടുത്തെ മാർക്കറ്റിംഗ്, റീജിയണൽ മാർക്കറ്റിംഗ്, അങ്ങനെ എല്ലാ ആസ്പെക്റ്റിലും ഒരു സ്റ്റോർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ഇതിനകത്തെല്ലാം നമുക്കൊരു തൃപ്തമായി കഴിഞ്ഞ് നമ്മൾ തുടങ്ങുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ സമയമെടുക്കുന്നത്. അപ്പം അത് കൺസ്യൂമർക്ക് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ തിങ്ക് ചെയ്യുന്നത്. അൾട്ടിമേറ്റ്ലി നമ്മൾക്ക് കാണാനും അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാനും അല്ലല്ലോ നമ്മുടെ ഷോറൂമുകൾ, അല്ലേ? നമ്മളിതെല്ലാം നമ്മുടെ കൺസ്യൂമേഴ്സിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം അവർക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. അവരോട് ഏറ്റവും നന്നായി പെരുമാറാൻ പറ്റുന്ന എംപ്ലോയീസിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. പല ഇൻ്റർവ്യൂസ് നടക്കുന്നു, ഷോർട്ട് ലിസ്റ്റുകൾ ചെയ്യുന്നു. തൃപ്തമായതിനു ശേഷം മാത്രം ചില ബിൽഡിങ്സ് എടുത്തിട്ട് ഈ പ്രോപ്പറായ മാൻ പവർ വരാത്തതിൻ്റെ പേര് ഞങ്ങൾ ഇങ്ങനെ ഡിലേഡ് ആയി പോയിട്ടുള്ള പ്രൊജക്റ്റുകളും ഉണ്ട്. അങ്ങനെ ഒരു ആ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മളങ്ങനെ അനന്തമായി കാത്തിരിക്കാറില്ല. നമ്മുടെ മുമ്പുള്ള അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കാത്തിരിക്കാറില്ല. നമ്മൾ രണ്ടും വേഗതയും കൃത്യതയും അല്ലേ ഒരേപോലെ നമ്മൾ സമന്വയിപ്പിച്ച് പോകണമല്ലോ. അപ്പം കൃത്യതയ്ക്ക് വേണ്ടി മുഴുവൻ വേഗതയും സ്ലോ ഡൗൺ ചെയ്തതായിട്ട് എനിക്ക് അഭിപ്രായമില്ല ആ കാര്യത്തിൽ. പിന്നെ അതിൽ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ സാറ് പറഞ്ഞു ബിൽഡിങ്സിൻ്റെ കാര്യം, അതിൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞു. ഡെക്കാത്തലോൺ പോലെയുള്ള ബ്രാൻഡുകൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരൊരു വെയർ ഹൗസിലാണ് അവരവരുടെ ഇത് വെക്കുന്നത്. ഇപ്പം ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ കടയിലോട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് വളരെ പോഷായിട്ടുള്ള, വളരെ ഫീലുള്ളൊരു സ്ഥലമായിട്ടാണ് പല നിങ്ങളുടെ ഷോറൂമുകൾ വിസിറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഞാൻ ചോദിക്കുന്നത്, വേണമെങ്കിൽ അത്രയും അല്ലാതെ തന്നെ സാറിന് ആ ഷോറൂം സെറ്റ് ചെയ്യാം. വരുന്നവൻ ഫോണോ അവന് ഇലക്ട്രോണിക് അപ്ലയൻസോ വാങ്ങാനാണ് വരുന്നത്. ഇത്രയും എക്സ്പീരിയൻസ് കൊടുത്തില്ലെങ്കിലും അത് വാങ്ങും. പക്ഷേ ആ അത്രയും അതിൽ സ്പെൻഡ് ചെയ്യണം, ഇറ്റ് ഷുഡ് ലുക്ക് ദിസ് വേ എന്നുള്ള ആ തോട്ട് എന്തിൻ്റെ ഫലമായിട്ടാണ്? വൈ ഡു യു ഡു ദാറ്റ്? അതൊരു DNA ആണ്. അതെനിക്കത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ, ഞാൻ വേണൊരു ചെറിയ ഒരു സ്ഥലത്ത് എനിക്ക് വ്യക്തിപരമായ എൻ്റെ കാര്യങ്ങൾ ഒരു ചെറിയ പരിമിതമായ സ്ഥലത്ത് എനിക്ക് നിർവഹിക്കാൻ എനിക്കിഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്കതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി, നമ്മൾ കസ്റ്റമർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും കുറ്റമറ്റതായിരിക്കണം. അത് കോംപ്രമൈസ് വരുത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. മറ്റൊരാൾക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അതാണ് ഒരു താല്പര്യം.